ഇസ്രയേലിന് മാരക പ്രഹരം നൽകിക്കൊണ്ട് ഇറാന്റെ പ്രോക്സി ഗ്രൂപ്പുകൾ വീണ്ടും ശക്തി പ്രാപിക്കുകയാണ്. നമുക്കറിയാം, ഹമാസിനെയും ഹിസ്ബുള്ളയും പൂർണ്ണമായും തകർത്തെറിയാൻ ഇസ്രയേലിനെ കൊണ്ട് കഴിയില്ല. ഇസ്രയേലിൻ്റെ സൈനിസ്റ്റ് ഭരണകൂടം അതിനുവേണ്ടി ശ്രമിക്കാൻ തുടങ്ങിയിട്ട് നാളുകളേറെയായി. ഗാസയോട് ചെയ്യുന്ന അനീതി ലോകം മുഴുവൻ കണ്ടുകൊണ്ടിരിക്കവെയാണ് യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങളും ഇസ്രയേലിനെതിരെ തിരിയുന്നത്. അത് സ്വാഭാവികമാണ്. മനുഷ്യത്വപരമായി ചിന്തിക്കുമ്പോൾ UN-ൻ്റെ സെക്രട്ടറി ജനറലായ അന്റോണിയോ ഗുട്ടറസ് പോലും ഇസ്രായേലിൻ്റെ ഈ നടപടികളെ ചോദ്യം ചെയ്തുകൊണ്ട് തന്നെയാണ് രംഗത്ത് വരുന്നത്. എന്നാൽ അമേരിക്ക എല്ലാ കാര്യത്തിലും ഇസ്രായേലിനെ പിന്തുണയ്ക്കും, നിരുപാധികമായ പിന്തുണ നൽകും എന്ന അധികാരത്തിൻ്റെ, ധാർഷ്ട്യത്തിൻ്റെ മനോഭാവമായിരുന്നു ഇത്രയും നാളും ബെഞ്ചമിൻ നെതന്യാഹു തുടർന്നതെങ്കിൽ അതിന് തിരിച്ചടി നൽകിക്കൊണ്ട് സൈനിസ്റ്റ് ഭരണത്തെ അവസാനിപ്പിക്കാൻ തന്നെ അവിടെ പ്രതിപക്ഷം ശക്തമായി ശക്തി പ്രാപിച്ചുകൊണ്ട് നീങ്ങുകയാണ്. ഇസ്രയേലിൻ്റെ റെജീം ചേഞ്ചാണ്, അതാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത്. നമുക്കറിയാം, ഇറാനെ ആക്രമിച്ചത് ഇറാൻ്റെ റെജീം ചേഞ്ചിന് വേണ്ടിയാണ്, അതായത് ഭരണമാറ്റത്തിന് വേണ്ടിയാണ്. ഖമനേയിയുടെ ഭരണം അവസാനിപ്പിച്ച് അവിടെ ഇസ്രയേലിന് അനുകൂലമാകുന്ന രീതിയിലേക്ക് സഹകരണം വർദ്ധിപ്പിക്കാൻ എന്തൊക്കെയാണ് ശ്രമം എന്നതിനു വേണ്ടി ഭയപ്പെടുത്തി കളയാമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ ഭയന്നത് ഇസ്രയേലാണ്, ഇറാനല്ല. ആ യുദ്ധാവസാനം, അതായത് വെടിനിർത്തൽ ലംഘനത്തിലേക്ക് വരുമ്പോൾ ശരിക്കും ഭയന്ന് വിറളി പിടിച്ച് നടന്നത് ഇസ്രയേലികൾ തന്നെയാണ്. കാരണം അവരുടെ അയൺ ഡോം ലോകത്തെ ഏത് ശക്തിക്കും അതിനെ പ്രഹരിപ്പിക്കാൻ അല്ലെങ്കിൽ അതിനെ ഭേദിക്കാൻ കഴിയില്ല എന്ന ഒരു ചിന്തയൊക്കെ ഉണ്ടായിരുന്നു. ആ അയൺ ഡോമാണ് പൊളിഞ്ഞ് പാളീസായത്. അതായത് ഒന്നും ശാശ്വതമല്ല എന്ന് ഇസ്രയേലിനോട് യാഥാർത്ഥ്യം മനസ്സിലാക്കി കൊടുക്കുകയായിരുന്നു കൃത്യമായി ഇറാൻ ചെയ്തത്. ഇറാൻ്റെ പ്രോക്സി ഗ്രൂപ്പുകളെ വീണ്ടും വീണ്ടും ഉപദ്രവിക്കുകയും അവരെ തകർക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്ന ഇസ്രയേലി ഭരണകൂടത്തോട് നേരിട്ട് തന്നെ മല്ലയുദ്ധത്തിലേക്ക് എത്തിയിരിക്കുകയാണ് യഹിയ സരിയും സംഘവും. യമനിലെ ഹൂതികളെ ചെങ്കടലിൽ മാത്രമല്ല നിങ്ങൾക്ക് കാണാൻ കഴിയുന്നത്, മറിച്ച് ഇസ്രയേലിൽ പല സ്ഥലങ്ങളിലേക്കും അവർ ഇൻഫിൽട്രേറ്റ് ചെയ്യുന്നു, അവരുടെ നുഴഞ്ഞുകയറ്റം ശക്തമാകുന്നു എന്ന യാഥാർത്ഥ്യം കൂടി നെതന്യാഹു മനസ്സിലാകുന്നു. ഒരറ്റത്ത് തൻ്റെ തടി രക്ഷിക്കണം, മറ്റൊരറ്റത്ത് തൻ്റെ ജീവൻ രക്ഷിക്കാൻ ഏതൊക്കെ രീതിയിൽ എതിരിടാൻ കഴിയും. നിലവിൽ യുദ്ധ സാഹചര്യം നിലനിർത്തിക്കൊണ്ട് തന്നെ മുന്നോട്ട് പോകാനാണ് നെതന്യാഹുവിൻ്റെ ആഗ്രഹം. കാരണം പ്രധാനമന്ത്രി പദത്തിനൊരു കോട്ടം തട്ടരുതെങ്കിൽ അതിർത്തിയിൽ എപ്പോഴും സംഘട്ടനം അതിരൂക്ഷമായിരിക്കണം. അതാണ് സാധാരണഗതിയിൽ ഒരു ഭരണാധികാരിയെ ചോദ്യം ചെയ്യാൻ പ്രതിപക്ഷം അറയ്ക്കുന്ന നിമിഷം. അതാണ് നെതന്യാഹുവിന് ശാശ്വതമായി നിലനിർത്തേണ്ടത്. പക്ഷേ അങ്ങനെ നിലനിർത്തിയാൽ ഈ രാജ്യം കാണുമോ? രാജ്യമുണ്ടായിട്ട് വേണ്ടേ രാജ്യത്ത് ഭരിക്കാൻ ഒരു പ്രധാനമന്ത്രി? ഈ രാജ്യത്തെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന രീതിയിലേക്ക് ശക്തമായി പ്രോക്സി ഫോഴ്സുകൾ മാത്രമല്ല, പ്രോക്സി ഗ്രൂപ്പുകൾ ഒരു പങ്ക് വഹിക്കുന്നെന്ന് മാത്രമേ ഉള്ളൂ. കൂടുതൽ കരുത്ത് പകർന്നുകൊണ്ട് റഷ്യ ഇറാൻ്റെ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾക്ക് കാവലായി നിൽക്കുകയും റഷ്യ ഒരു താക്കീത് നൽകുകയും ചെയ്യുന്നു. ഫ്രാൻസ് കൂടെ വരുന്നു. പാലസ്തീൻ്റെ മോചനത്തിന് വേണ്ടി അവരുടെ രാഷ്ട്രപദവി അംഗീകരിച്ചു കൊടുക്കാൻ വേണ്ടി കൂടുതൽ ശക്തമായി കെയർ സ്റ്റാമറും അതുപോലെ തന്നെ ഇമ്മാനുവൽ മാക്രോണും വാദിക്കുന്നു. ഇതാണ് അടിയെന്ന് പറയുന്നത്.